ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനു മുന്നിൽ തല കുനിക്കാതെ കയ്യിൽ വാളേന്തി അന്ത്യം വരെ പൊരുതി വീണ ഒരു ഭരണാധികാരി, മൈസൂരിന്റെ കടുവ എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ. ചരിത്രത്തിൽ ഇത്രയധികം ആവേശവും അത്ര തന്നെ വിവാദങ്ങളും സൃഷ്ടിച്ച മറ്റൊരു ഭരണാധികാരി ഉണ്ടാകില്ല. ആരായിരുന്നു യഥാർത്ഥത്തിൽ ടിപ്പു സുൽത്താൻ? ബ്രിട്ടീഷുകാരെ പോലും വിറപ്പിച്ച ആ യുദ്ധതന്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് ടിപ്പു സുൽത്താൻ. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അറിയേണ്ടത് അദ്ദേഹത്തിന്റെ ബാല്യവും വളർച്ചയുമാണ്. ടിപ്പു സുൽത്താൻ 1750 നവംബർ 20 ഇന്നത്തെ കർണാടകയിലെ ദേവനഹള്ളി എന്ന സ്ഥലത്താണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ഹൈദർ അലി പിന്നീട് മൈസൂരിന്റെ ശക്തനായ ഭരണാധികാരിയായി മാറിയ വ്യക്തിയായിരുന്നു. മാതാവ് ഫക്രുന്നിസ. കുടുംബത്തിൽ ടിപ്പുവിന് മികച്ച വിദ്യാഭ്യാസവും അച്ചടക്കമുള്ള വളർച്ചയും ലഭിച്ചു. ടിപ്പുവിന് ഫത്തേ അലി എന്ന പേരാണ് ആദ്യം നൽകിയത്. പിന്നീട് പ്രശസ്ത സൂഫി സന്യാസിയായ ടിപ്പു മസ്താൻ ഔലിയയുടെ പേരുമായി ബന്ധപ്പെട്ടാണ് ടിപ്പു എന്ന പേര് പ്രചാരത്തിലായത്. പിതാവായ ഹൈദർ അലി ഭാവിയിൽ രാജ്യത്തെ നയിക്കാൻ കഴിവുള്ള ഭരണാധികാരിയാകണമെങ്കിൽ യുദ്ധരംഗത്തെ അനുഭവം അത്യാവശ്യമാണെന്ന് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ടിപ്പുവിനെ സൈനിക പാളയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ഏകദേശം 15-ാം വയസ്സിൽ തന്നെ ടിപ്പു തന്റെ ആദ്യ സൈനിക ദൗത്യങ്ങളിൽ പങ്കെടുത്തതായി വിവിധ ചരിത്ര രേഖകൾ സൂചിപ്പിക്കുന്നു. യുദ്ധഭൂമിയിൽ അദ്ദേഹം പ്രകടിപ്പിച്ച ധൈര്യവും വേഗത്തിലുള്ള തീരുമാനമെടുക്കാനുള്ള കഴിവും ഹൈദരലിയുടെ വിശ്വാസം കൂടുതൽ ശക്തമാക്കി. ഹൈദർ അലി തന്റെ മകനെ വെറും യോദ്ധാവായി മാത്രമല്ല, ജനങ്ങളുടെ ക്ഷേമം മനസ്സിലാക്കുന്ന ഭരണാധികാരിയായും വളർത്താൻ ശ്രദ്ധിച്ചു. രാജ്യത്തിന്റെ വരുമാനം, കൃഷി, വ്യാപാരം, കോട്ടകളുടെ സുരക്ഷ, സൈന്യത്തിന്റെ സംഘടന എന്നിവയെക്കുറിച്ചും ടിപ്പുവിന് ചെറുപ്പം മുതൽ അറിവ് ലഭിച്ചു. പിതാവായ ഹൈദർ അലി തന്റെ മകനെ കൊട്ടാരത്തിനുള്ളിൽ മാത്രം വളർത്തിയില്ല. രാജ്യത്തെ സംരക്ഷിക്കേണ്ട ഭരണാധികാരിക്ക് യുദ്ധഭൂമിയിലെ യഥാർത്ഥ്യങ്ങൾ നേരിട്ട് അറിയണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. 1766 ഏകദേശം 16-ാം വയസ്സിൽ ടിപ്പു തന്റെ പിതാവിനൊപ്പം സൈനിക ദൗത്യങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ തുടങ്ങി. അന്നത്തെ ദക്ഷിണേന്ത്യയിൽ മൈസൂർ രാജ്യം, മറാഠ സാമ്രാജ്യം, ഹൈദരാബാദിലെ നിസാം, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നിവർക്കിടയിൽ ശക്തമായ രാഷ്ട്രീയ സൈനിക മത്സരം നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ടിപ്പു യുദ്ധതന്ത്രങ്ങൾ നേരിട്ട് പഠിച്ചത്. സൈന്യത്തെ എങ്ങനെ നയിക്കണം, കോട്ടകൾ എങ്ങനെ സംരക്ഷിക്കണം, എതിരാളിയുടെ നീക്കങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ അദ്ദേഹം വിലപ്പെട്ട അനുഭവം നേടി. 1767 ആരംഭിച്ച ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം ടിപ്പുവിന്റെ ജീവിതത്തിലെ നിർണായക ഘട്ടമായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഹൈദരാബാദിലെ നിസാം, മറാഠ ശക്തികൾ എന്നിവരുടെ സഖ്യത്തിനെതിരെയായിരുന്നു ഹൈദർ അലിയുടെ നേതൃത്വത്തിൽ മൈസൂർ സൈന്യം പോരാടിയത്. ഈ യുദ്ധത്തിൽ ടിപ്പു വിവിധ സൈനിക ദൗത്യങ്ങളിൽ പങ്കെടുത്തതായി ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിന്റെ വേഗതയുള്ള നീക്കങ്ങളും ധൈര്യവും യുദ്ധരംഗത്തെ തീരുമാനങ്ങളുമാണ് പല മുതിർന്ന സൈനികരുടെയും ശ്രദ്ധ നേടിയത്. യുദ്ധത്തിൽ വിജയിക്കാൻ ധൈര്യം മാത്രം പോരെന്നും കൃത്യമായ പദ്ധതിയും സമയോചിതമായ തീരുമാനങ്ങളുമാണ് നിർണായകമെന്നും ടിപ്പു ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കി. അതിനാൽ സൈനികരുടെ പരിശീലനത്തിലും അച്ചടക്കത്തിനും അദ്ദേഹം പ്രത്യേക പ്രാധാന്യം നൽകി. 1769 മദ്രാസ് ഉടമ്പടിയോടെ ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിച്ചു. ഈ യുദ്ധം മൈസൂരിന്റെ സൈനിക ശേഷി ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ കാരണമായി. ടിപ്പു സുൽത്താനും യുവ സൈനിക നായകൻ എന്ന നിലയിൽ ശ്രദ്ധ നേടിത്തുടങ്ങി. എന്നാൽ ചരിത്രം ഉടൻ തന്നെ ഒരു വലിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയായിരുന്നു. 1782 ഹൈദർ അലിയുടെ മരണം മൈസൂർ രാജ്യത്തിന്റെ ഭാവിയെ മാറ്റിമറിച്ചു. ആ നിമിഷം മുതൽ രാജ്യത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ടിപ്പു സുൽത്താന്റെ ചുമലിലായി. ഭരണം ഏറ്റെടുത്ത ഉടൻ ടിപ്പു സൈന്യത്തെ പുനഃസംഘടിപ്പിക്കാൻ ശ്രദ്ധിച്ചു. സൈനികരുടെ പരിശീലനം ശക്തമാക്കുകയും ആയുധ ശേഖരം വർദ്ധിപ്പിക്കുകയും കോട്ടകളുടെ സുരക്ഷ മെച്ചപ്പെടുത്തുകയും ചെയ്തു. വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾക്കും ടിപ്പു പ്രാധാന്യം നൽകി. ഫ്രാൻസ്, ഒട്ടോമൻ സാമ്രാജ്യം തുടങ്ങിയ ശക്തികളുമായി ബന്ധം ശക്തിപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചു. ബ്രിട്ടീഷ് സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ മൈസൂരിന്റെ സുരക്ഷയ്ക്കും തന്ത്രപരമായ നിലപാടുകൾക്കും ഈ ബന്ധങ്ങൾ സഹായകരമാകുമെന്നും അദ്ദേഹം കരുതി. 1784 രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം മാംഗ്ലൂരു ഉടമ്പടിയോടെ അവസാനിച്ചു. ഈ ഉടമ്പടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മൈസൂർ രാജ്യവും തമ്മിൽ പരസ്പരം കീഴടക്കിയ പ്രദേശങ്ങൾ തിരിച്ചു നൽകാനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ധാരണയായിരുന്നു. ഇന്ത്യയിലെ ഒരു പ്രധാന ഇന്ത്യൻ ഭരണാധികാരിയുമായി ബ്രിട്ടീഷുകാർ സമതലത്തിൽ ഒപ്പുവെച്ച ശ്രദ്ധേയമായ ഉടമ്പടികളിൽ ഒന്നായാണ് ഇത് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ടിപ്പു സുൽത്താൻ ഒരു കാര്യം വ്യക്തമായിരുന്നു: യുദ്ധത്തിൽ വിജയം നേടണമെങ്കിൽ ശക്തമായ സൈന്യം മാത്രം പോരാ, സാമ്പത്തികമായി ശക്തമായ ഒരു രാജ്യവും കാര്യക്ഷമമായ ഭരണ സംവിധാനവും അത്യാവശ്യമാണ്.
അതുകൊണ്ടാണ് അദ്ദേഹം തന്റെ ശ്രദ്ധ മൈസൂർ രാജ്യത്തിന്റെ വികസനത്തിലേക്ക് തിരിച്ചത്. കൃഷിയാണ് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ എന്ന് ടിപ്പു വിശ്വസിച്ചു. അതിനാൽ കൃഷി വികസിപ്പിക്കാനുള്ള വിവിധ നടപടികൾ സ്വീകരിച്ചു. ജലസേചന സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും കർഷകർക്ക് കൃഷി വ്യാപിപ്പിക്കാനും അദ്ദേഹം പ്രോത്സാഹനം നൽകി. മൈസൂരിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പട്ട്, ചന്ദനം, കുരുമുളക്, ഏലം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ വിപണികളിൽ ആവശ്യക്കാരുണ്ടായിരുന്നു. ഈ വ്യാപാരം ശക്തിപ്പെടുത്താൻ സർക്കാർ നേരിട്ട് പങ്കാളിയാകുന്ന സംവിധാനങ്ങളും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. മാംഗ്ലൂർ ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധങ്ങൾ വികസിപ്പിക്കാനും ശ്രമിക്കുകയും ചെയ്തു. 1784 മാംഗ്ലൂരു ഉടമ്പടിക്ക് ശേഷം ഏതാനും വർഷങ്ങൾ മൈസൂർ രാജ്യം സമാധാനപരമായി മുന്നോട്ട് പോയി. എന്നാൽ ഈ സമാധാനം അധികനാൾ നീണ്ടുനിന്നില്ല. ടിപ്പു സുൽത്താന്റെ ശക്തി ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ആശങ്കയിലാക്കി. ദക്ഷിണേന്ത്യയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കണമെന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അതേസമയം മൈസൂർ സ്വതന്ത്രവും ശക്തവുമായ ഒരു രാജ്യമായി നിലനിൽക്കണമെന്ന് ടിപ്പു സുൽത്താനും ആഗ്രഹിച്ചു. ഈ സാഹചര്യത്തിലാണ് 1790 മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം ആരംഭിച്ചത്. 1791 ലോർഡ് കോൺവാലിസിന്റെ നേതൃത്വത്തിൽ സൈന്യം ബാംഗ്ലൂരു കോട്ട പിടിച്ചടക്കി. ഈ വിജയം ബ്രിട്ടീഷുകാർക്ക് നിർണായകമായ ഒരു നേട്ടമായി. തുടർന്ന് അവരുടെ ലക്ഷ്യം മൈസൂരിന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണമായിരുന്നു. ടിപ്പു സുൽത്താൻ തന്റെ സൈന്യത്തെ നയിച്ച് ശക്തമായ പ്രതിരോധം സംഘടിപ്പിച്ചു. കോട്ടയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും പല ആക്രമണങ്ങളും ചെറുക്കുകയും ചെയ്തു. 1792 തുടക്കത്തിൽ ശ്രീരംഗപട്ടണം വളയപ്പെട്ടു. നീണ്ട പോരാട്ടത്തിനൊടുവിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കുന്നതിനായി സമാധാന ചർച്ചകൾ ആരംഭിച്ചു. അതിന്റെ ഫലമായിരുന്നു 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം ടിപ്പു സുൽത്താന് തന്റെ രാജ്യത്തിന്റെ ഏകദേശം പകുതിയോളം പ്രദേശം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും അവരുടെ സഖ്യകക്ഷികൾക്കും വിട്ടുകൊടുക്കേണ്ടി വന്നു. കൂടാതെ വലിയ നഷ്ടപരിഹാരവും നൽകാൻ അദ്ദേഹം സമ്മതിച്ചു. ചരിത്രരേഖകൾ പ്രകാരം ഉടമ്പടിയുടെ വ്യവസ്ഥകൾ പാലിക്കപ്പെടുമെന്ന് ഉറപ്പാക്കുന്നതിനായി ടിപ്പു സുൽത്താന്റെ 2 പുത്രന്മാർ താൽക്കാലികമായി ബ്രിട്ടീഷ് പാളയത്തിലേക്ക് അയക്കപ്പെട്ടു. ഈ യുദ്ധം ടിപ്പു സുൽത്താന്റെ ശക്തിയെ കുറച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം തകർത്തില്ല. അടുത്ത ഏതാനും വർഷങ്ങൾക്കകം ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഏറ്റുമുട്ടൽ നടക്കാനിരിക്കുകയായിരുന്നു, 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധം. ഈ യുദ്ധമാണ് ടിപ്പു സുൽത്താന്റെ ജീവിതത്തെയും മൈസൂർ രാജ്യത്തിന്റെ ഭാവിയെയും ശാശ്വതമായി മാറ്റിമറിച്ചത്. 1799 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധം ആരംഭിച്ചു. ബ്രിട്ടീഷ് സൈന്യം വിവിധ ദിശകളിൽ നിന്നും മൈസൂരിലേക്ക് മുന്നേറി. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രം, ശ്രീരംഗപട്ടണം. ടിപ്പു സുൽത്താൻ വീണ്ടും തന്റെ സൈന്യത്തിന്റെ മുൻനിരയിൽ നിന്നു. പല സ്ഥലങ്ങളിലും കനത്ത ഏറ്റുമുട്ടലുകൾ നടന്നു. മൈസൂർ സൈന്യം ശക്തമായ പ്രതിരോധം കാഴ്ചവെച്ചെങ്കിലും ബ്രിട്ടീഷ് സൈന്യം പതുക്കെ തലസ്ഥാനത്തെ വളഞ്ഞു. ബ്രിട്ടീഷ് സൈന്യം കോട്ടയുടെ മതിലിൽ ഉണ്ടായിരുന്ന വിടവിലൂടെ അകത്തേക്ക് കടന്നു. ശ്രീരംഗപട്ടണത്തിന്റെ തെരുവുകൾ യുദ്ധഭൂമിയായി മാറി. ടിപ്പു സുൽത്താൻ തന്റെ സൈനികരോടൊപ്പം നേരിട്ട് പോരാടി. അവസാന നിമിഷം വരെ അദ്ദേഹം വാൾ കൈവിട്ടില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ മൃതദേഹം വാട്ടർ ഗേറ്റിന് സമീപത്ത് കണ്ടതായി സമകാലിക ബ്രിട്ടീഷ് രേഖകളും മറ്റ് ചരിത്ര രേഖകളും രേഖപ്പെടുത്തുന്നു. ടിപ്പു സുൽത്താന്റെ മരണത്തോടെ 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിച്ചു. ഇന്നും ഇന്ത്യയിലെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ വൻമരമായി നിൽക്കുന്ന പേരാണ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.